രണ്ടാം സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. അർദ്ധരാത്രി 12:30 മത്സരം. ലോകകപ്പിന്റെ വേദികളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം മാറ്റുരച്ചപ്പോഴെല്ലാം തീ പാറുന്ന പോരാട്ടത്തിനാണ് ലോകം സാക്ഷിയായത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി എവേ ജേഴ്സിയിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന മത്സരത്തിനെത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 1986 അർജന്റീന ജേതാക്കളായ ലോകകപ്പിന്റെ ക്വാർട്ടർ പോരാട്ടത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോഴും അർജന്റീന ധരിച്ചത് എവേ ജേഴ്സി തന്നെയായിരുന്നു. ലോകകപ്പിലെ ഏറ്റവും വലിയ മത്സരവൈരികൾ വീണ്ടും മാറ്റുരയ്ക്കുമ്പോൾ തീപാറുന്ന പോരാട്ടത്തിന് കാത്തിരിക്കുകയാണ് ലോകം. ഒരു സാധാരണ ലോകകപ്പ് സെമി ഫൈനലല്ല അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്നത്. മറിച്ച് 60 വർഷം നീണ്ട വിവാദങ്ങളുടെയും പോരാട്ട വീര്യത്തിന്റെയും ചരിത്രപരമായ തുടർച്ചയ്ക്കാണ് ലോകം സാക്ഷിയാകുക. ഡീഗോ മറഡോണയുടെ ദൈവത്തിന്റെ കൈയും ഡേവിഡ് ബെക്കാമിന്റെ ചുവപ്പ് കാർഡ് വിവാദവും നൂറ്റാണ്ടിന്റെ ഗോളുമെല്ലാം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ട ചരിത്രത്തിന്റെ നിർണായക ഓർമ്മപ്പെടുത്തലാണ്. ഇതിനു മുൻപ് ഇരു ടീമുകളും 5 തവണയാണ് ലോകകപ്പിൽ മുഖാമുഖം കണ്ടത്. 1962 ലോകകപ്പിലാണ് ഇരു രാജ്യങ്ങളും ആദ്യമായി വിശ്വകിരീടത്തിന്റെ വേദിയിൽ ഏറ്റുമുട്ടുന്നത്. മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് ജയിച്ചു. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് 1966 വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരം കുപ്രസിദ്ധമായി മാറി. 1-0 ഇംഗ്ലണ്ട് വിജയിച്ച ശേഷം ഇംഗ്ലണ്ട് മാനേജർ ആൽ ഫ്രാംസെ അർജന്റീനയുടെ കളിക്കാരെ മൃഗങ്ങളെന്നാണ് വിളിച്ചത്. മത്സരത്തിൽ ഫൗൾ ചെയ്തതിന് റഫറി റുഡോൾഫ് ക്രൈറ്റ്ലിൻ അർജന്റീന നായകൻ അന്റോണിയോ റാറ്റിനോട് പുറത്തുപോകാൻ പറഞ്ഞു. എന്നാൽ റഫറിയുടെ തീരുമാനം മനസ്സിലാകാത്ത റാറ്റിൻ മൈതാനത്ത് തുടർന്നു. ഒടുവിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ റാറ്റിൻ മൈതാനം വിടുകയായിരുന്നു. പ്രതിഷേധ സൂചകമായ റാറ്റിൻ എലിസബത്ത് രാജ്ഞിക്കായി ഒരുക്കിയ ചുവന്ന പരവതാനിയിൽ ഇരുന്നു. റഫറി പക്ഷപാതം കാണിച്ചെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞു. ഈ മത്സരം പിൽക്കാലത്ത് മഞ്ഞ ചുവപ്പ് കാർഡുകളുടെ ജനനത്തിന് വഴിയൊരുക്കി. 1986 അർജന്റീന ജേതാക്കളായ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയത്. വിവാദമായ ദൈവത്തിന്റെ കൈ ഗോളും നൂറ്റാണ്ടിലെ ഗോളും പിറന്ന മത്സരത്തിൽ 2-1 അർജന്റീനയുടെ വിജയം. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ വായുവിലേക്ക് ഉയർന്നു ചാടിയ മറഡോണയുടെ കയ്യിൽ തട്ടിയായിരുന്നു ആദ്യ ഗോൾ. ഇത് പിന്നീട് അർജന്റീനയുടെ കിരീട നേട്ടത്തെ പോലും ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് ഉയർന്നു. 1998 2-2 സമനിലയിലെത്തിയതിന് പിന്നാലെ ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയ മത്സരത്തിൽ അർജന്റീനയ്ക്കായിരുന്നു ജയം. മത്സരത്തിൽ ഡേവിഡ് ബെക്കാമിന് ചുവപ്പ് കാർഡ് ലഭിച്ചത് വൻ വിവാദമായി. പരാജയഭാരം മുഴുവൻ അതോടെ ബെക്കാമിന്റെ തലയിലായി. തന്റെ കരിയറിനെ പാകപ്പെടുത്തിയ സംഭവമാണിതെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു. ചിരവൈരികളെ 2002 വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ പെനാൽറ്റിയിലൂടെ ബെക്കാം തന്റെ പക വീട്ടിയതും ചരിത്രം. എതിരില്ലാത്ത ഒരു ഗോളിനാണ് ഇംഗ്ലണ്ട് അന്ന് ജയിച്ചു കയറിയത്. എന്നും ത്രസിപ്പിക്കുന്ന ഫുട്ബോൾ എതിരാളികൾ ഒരിക്കൽ കൂടി നേർക്കുനേർ. വിവാദങ്ങൾക്കപ്പുറം ത്രില്ലടിപ്പിക്കുന്ന മത്സരത്തിന് വേണ്ടിയാണ് ഓരോ ഫുട്ബോൾ ആരാധകനും കാത്തിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ദൂരദർശൻ.